നമസ്കാരം. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്, അപ്പാർട്ട്മെന്റിലാണുള്ളത്. ഇപ്പം നമ്മള് കഴിഞ്ഞ ദിവസം ഞാൻ മുമ്പ് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹിരോഷിമ യൂണിവേഴ്സിറ്റിന്റെ ആയിട്ടുള്ള ആ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റൽ ബോട്ട് ഉണ്ട്. അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റിക്ക് ടൊയോഷിയോ മാരു എന്ന് പറഞ്ഞ ഒരു കപ്പൽ, അതായത് യൂണിവേഴ്സിറ്റിന്റെ റിസർച്ച് ആൻഡ് ട്രെയിനിങ് വെസൽ എന്ന് പറയും. അപ്പം അതിൽ നമ്മൾ കുട്ടികളെ കൊണ്ട് ഇപ്പം ബാച്ചിലേഴ്സ് ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾ, അതുപോലെ മാസ്റ്റേഴ്സ് കുട്ടികൾ, അല്ലെങ്കിൽ PhDക്ക് ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാർ, അല്ലാതെ ടീച്ചേഴ്സ്, ഇവർക്കൊക്കെ റിസർച്ച് ആക്ടിവിറ്റീസ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മെറൈനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്കുകളാണ്. അപ്പം കടലിലെ ജീവികളെ കുറിച്ചിട്ടാണ് പഠിക്കുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ബാച്ചിലർ സ്റ്റുഡൻസിനെയും കൂട്ടിയിട്ട് നമ്മൾ ഇതുപോലെ ടൊയോഷിയോ മാരുവിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് നമ്മൾ കളക്ട് ചെയ്ത, അപ്പൊ പോയതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കാണിക്കാം. അപ്പൊ നമ്മള് ഈ പ്രാവശ്യത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാരസൈറ്റോളജി ആയിരുന്നു ഒരു തീം നമ്മുടെ. അതായത് നമ്മുടെ ഈ മത്സ്യങ്ങളുടെ പരാതങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന്റെ ജീവിതചക്രം, അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇതിൽ പ്രധാനമായിട്ട് ഈ പ്രാവശ്യം നമ്മൾ ഫോക്കസ് ഉള്ളത് നമ്മുടെ ജപ്പാനിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മത്സ്യമാണിത്. ഇതാണ് റെഡ് സീബ്രിം എന്ന് പറയും. ജപ്പാൻ സീറ്റോ ഇൻലൻഡ് സീയിലൊക്കെ ധാരാളമായിട്ട് കാണുന്ന ഒരു മത്സ്യമാണ്. ഈ റെഡ് സീ ബ്രിമിന്റെ പാരസൈറ്റിനെ കുറിച്ച് പഠിക്കാനാണ് നമ്മൾ ഇപ്രാവശ്യം കുട്ടികളെ കൊണ്ട് പോയത്. പ്രധാനമായിട്ടും ഇതിൽ 5 വ്യത്യസ്ത തരത്തിലുള്ള മത്സ്യപരാതങ്ങൾ, ക്രസ്റ്റേഷ്യൻസിൽ പെട്ടിട്ടുള്ള മത്സ്യപരാതങ്ങൾ നമുക്ക് ഇതിൽ കാണാൻ വേണ്ടി പറ്റും. അതില് കലിഗസ് എന്ന് പറയുന്ന, അതായത് നമ്മൾ ഫിഷ് ലൈസ് എന്നൊക്കെ പറയുന്ന, സീ ലൈസ് എന്നൊക്കെ പറയുന്ന കലിഗസ് എന്ന് പറയുന്ന സ്പീഷീസ് ഉണ്ട്. കൂടാതെ മറ്റു ചില സ്പീഷീസും കൂടി ഉണ്ട്. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്, ഇതുപോലെയുള്ള പല മത്സ്യങ്ങൾ, നിങ്ങളുടെ വീട്ടില് അമ്മമാരൊക്കെ മത്സ്യങ്ങൾ മുറിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മുടെ ഈ ഐസോപോഡ എന്ന് പറഞ്ഞ വിഭാഗം പ്രധാനമായും 4 തരത്തിലാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു മത്സ്യത്തിന്റെ 4 സൈറ്റ് ഓഫ് അറ്റാച്ച്മെന്റ് ഉണ്ട് എന്ന് പറയാം. ചിലത് ഇതിന്റെ വായ്ക്കകത്തുണ്ടാവും, അതായത് ഇതിന്റെ ബക്കൽ ക്യാവിറ്റിയിൽ ഉണ്ടാവും, ഇതേപോലെയുള്ള ഭാഗങ്ങളിൽ ഉണ്ടാവാം. മറ്റു ചിലവ ഇവയുടെ ബ്രാങ്കിയൽ ചേംബർ, അതായത് ഈ ചെകിള ഇങ്ങനെ പൊളിക്കുമ്പോൾ നമുക്ക് ഇതിന്റെ അകത്ത് ചില സ്പീഷീസ്, ഉദാഹരണമായിട്ട് നമ്മുടെ അയലയുടെ ഒക്കെ വായിലുള്ള അയലക്കൂറ എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന ചില സ്പീഷീസുകൾ, ഐസോപോഡുകൾ ഉണ്ട്. പിന്നെ മറ്റു ചിലർ ഇതിന്റെ ശരീരത്തിന്റെ പുറത്ത് ഇതേപോലെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഇനി വളരെ കുറച്ച് ആളുകൾ ഇതിന്റെ ശരീരം തുളച്ചു കയറി അതിൽ നിന്നുള്ള ബ്ലഡ് ഫീഡ് ചെയ്യുന്ന തരത്തിലുള്ള അനിമൽസിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഈ റെഡ് സീ ബ്രിമിന്റെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു പാരസൈറ്റ് ആണ്. അതിനെ നമുക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഞങ്ങള് ചൂണ്ട ഉപയോഗിച്ച് പിടിച്ചതാണ്, നമ്മുടെ ബോട്ട് യാത്രയിൽ പിടിച്ചതാണ്. ഇപ്പൊ 3 എണ്ണം എന്റെ കയ്യിലുണ്ട്. ഞാനത് പാരസൈറ്റിനെ ഡിസെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് എടുത്താണ്. മാത്രമല്ല, പാരസൈറ്റിനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കഴിക്കാനും പറ്റും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ഇതിന്റെ പ്രധാനമായിട്ടും ഈ ഒരു പാരസൈറ്റ് ഇതിന്റെ വായിക്കകത്താണ്. അതായത് ഇതിന്റെ വായിക്കകത്ത്, നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് അറിയില്ല, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്ത് ചിലത് വായുടെ നാക്കിന്റെ മുകളിലായിട്ട് ചിലതിനെ കാണാം. അതിനെ നമ്മൾ സൈമോത്തോവ എന്ന സ്പീഷീസ് ജീനസിലൊക്കെ പെട്ടിട്ടുള്ള സ്പീഷീസുകള്, അതിനെ നമ്മൾ ടങ് റീപ്ലേസിങ് പാരസൈറ്റ് എന്ന് പറയുന്നത്. ടങ്ങിന്റെ മുകളിൽ ഇതിങ്ങനെ കിടന്ന് ടങ് ഒരു അട്രോഫീഡ് കണ്ടീഷനിലേക്ക് പോകുന്ന ഒരു തരത്തിലുള്ള പാരസൈറ്റ്. ഇത് സെറാറ്റോത്തോവ എന്ന് പറയുന്ന മറ്റൊരു ഇനമാണ്. ഈ സെറാറ്റോത്തോവ എന്ന് പറയുന്ന ജീനസിൽ ഒട്ടുമിക്ക സ്പീഷീസും സൈമോത്തോവ പോലെ തന്നെ നാക്കിന്റെ മുകളിലാണ് ഉണ്ടാവുക. പക്ഷെ ഈ ഒരു സ്പീഷീസ്, അതായത് സെറാറ്റോത്തോവ വെരിക്കുലോസ എന്നാണ് ഈ സ്പീഷീസിന്റെ പേര്. ഇത് ജപ്പാനിൽ ധാരാളമായിട്ട്, ഇത് 1800-കളിൽ ഡിസ്ക്രൈബ് ചെയ്ത ഒരു സ്പീഷീസ് ആണ്. ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള സ്പീഷീസ് ആണ്. ഇവിടെ നമുക്ക് കാണാം, ഇതിന്റെ വായുടെ അകത്ത് ഇതേപോലെ നമുക്ക് ഇത്തരത്തില് പാരസൈറ്റ് ഇരിക്കുന്നത് കാണാം. അപ്പൊ ഞാൻ അതിനെ പുറത്തേക്ക് എടുക്കാം. അപ്പൊ ഇനി ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോ, ഇതിപ്പോ നമുക്ക് ഈ വീഡിയോയിൽ ഇങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മൾ ഇതിന്റെ ക്യാമറ വെച്ചിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഫോട്ടോസ് ഞാൻ ഇതിന്റെ കൂടെ തന്നെ ഷെയർ ചെയ്യാം. അപ്പൊ ഞാൻ ഇതിനെ പുറത്തേക്ക് എടുക്കുകയാണ്. ഇതാണ് ഇതിന്റെ വായുടെ ഉൾഭാഗം നോക്കിക്കഴിഞ്ഞാൽ 2 ആളുകൾ ഇതുപോലെ ഇരിക്കുന്നുണ്ടാവും. കാണുന്നുണ്ടോ എന്നറിയില്ല. 2 ആളുകൾ ഇതേപോലെ കാണാം, ഒരു വലുതും ഒരു ചെറുതും. അപ്പൊ ഇതിനെ ഞാൻ പുറത്തേക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇതിനെ ഞാൻ ഇതേപോലെ പുറത്തേക്ക് എടുക്കുകയാണ്. ഉണ്ടോ? ഇതാണ് ആ ജീവി. മത്സ്യത്തിന്റെ പരാതമാണ്. മത്സ്യത്തിന്റെ ചോര കുടിച്ച് ജീവിക്കുന്ന ഒരു ജീവിയാണ്. ഇതാണ് ഒരു ഐസോപോഡ്. സെറാറ്റോത്തോവ വെരിക്കുലോസ എന്നാണ് ഇതിന്റെ പേര്. ഇത് ഇതിന്റെ ഫീമെയിൽ ആണ്. മെയിൽ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഇത് എപ്പോഴും പെയറായിട്ടാണ് ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാല്
ഈ ഒരു ഭാഗത്ത് വളരെ ചെറിയ ഒരു മെയിലിനെയും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതിനകത്ത് കാണുന്നുണ്ടോന്ന് അറിയില്ല, ഞാൻ പുറത്തേക്ക് എടുക്കാം. ഇതാണ് മെയില് വളരെ ചെറുതാണ്. അപ്പൊ നമ്മൾ ഫീമെയിലും മെയിലും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതാണ് സൈസിലുള്ള വ്യത്യാസം. ഫീമെയിൽ വലുതാണ്, മെയില് വളരെ ചെറുതാണ്. ഈ പാരസൈറ്റ് ഇവിടെ നിൽക്കുന്നത് മൂലം വലിയൊരു വൂണ്ട് അവിടെ ഒരു മത്സ്യത്തിന് അത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇതിന്റെ പ്രിവലൻസ് എന്ന് പറഞ്ഞാല് ഇതിപ്പോ നമ്മളൊരു 10 ഫിഷ് എടുത്തു കഴിഞ്ഞാൽ ഒരു 8 എണ്ണത്തിലൊക്കെ പാരസൈറ്റ് ഉണ്ട്. അപ്പൊ നമ്മളിവിടെ 3 ഫിഷ് ആണ് എന്റെ കയ്യിലുള്ളത്. ആ 3-ൽ 2 എണ്ണത്തിൽ പാരസൈറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ഫിഷ് ആണിത്. ഒരു ഫിഷ് നമ്മൾ എടുത്തു, അതിൻ്റെ അകത്തുനിന്നുള്ള നമ്മൾ എടുത്തു. അതിന്റെ രണ്ടാമത്തെ ഫിഷ് ആണ്. അപ്പൊ ഇതിന്റെ വായിലും ഇതേപോലെ നമുക്ക് കാണാം. ഇവിടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ എന്നറിയില്ല, ഞാനത് കട്ട് ചെയ്തിട്ട് കാണിക്കാം. ഭാഗം ഞാൻ കട്ട് ചെയ്യാണ്, അപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. വായ് ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് 2 ആൾക്കാരെ കൃത്യമായിട്ട് കാണാം, ഒരു വലുതും ഒരു ചെറുതും. ഇതാണ് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഞാൻ ഫോട്ടോസ് എടുത്ത് വെക്കാം. ഫോട്ടോസിലാണ് കൃത്യമായിട്ട് മനസ്സിലാവുക. അപ്പൊ ഞാൻ അതിനെ പുറത്തേക്ക് എടുക്കുകയാണ്. അതിന്റെ ഫീമെയില്, ഓക്കെ, ഇതാണ് ഫീമെയില്. മെയില് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഇതാണ് മെയില്. ഓക്കെ, ഈ രീതിയിലാണ് നമുക്ക് ഇതിന്റെ പാരസൈറ്റിനെ കാണാൻ വേണ്ടി പറ്റും. അതായത് ഇപ്പൊ നമ്മൾ മൗത്ത് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിൽ ഇതിന്റെ ബക്കൽ റൂഫിൽ ഈ ഒരു രീതിയിലാണ് പാരസൈറ്റ് ഉണ്ടാവുക. അപ്പൊ അത്രയും മാത്രം ബുദ്ധിമുട്ട് ഈ ഒരു മത്സ്യത്തിന് ഭക്ഷണം കഴിക്കാനും എല്ലാത്തിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഈ വലുതാണ്, ഇതാണ് ഇതിന്റെ ഫീമെയിൽ എന്ന് പറയുന്നത്, വലുതാണ്. മെയിൽ ഇതാ ഇതിന്റെ സൈഡിൽ തന്നെ ഉണ്ട്. മെയില് കമ്പാരിറ്റീവ്ലി ചെറുതാണ്. അപ്പൊ നമുക്ക് ഇതിനെ രണ്ടിനെയും കൂടെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഇതാണ് ഫീമെയില്, ഇതാണ് മെയില്. ഇതാണ് സെറാറ്റോവ വെരിക്കുലോസ എന്ന് പറയുന്ന ഒരു സ്പീഷീസ്. അപ്പൊ ഇത് ജപ്പാൻ സീയിൽ വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ്. നമ്മുടെ ഈ റെഡ് സീ ബ്രീമിന്റെ കോമൺ ആയിട്ടുള്ള ഒരു പാരസൈറ്റ് ആണ്. ഇപ്പൊ നമ്മൾ 2 എണ്ണം, അങ്ങനെ ടോട്ടൽ നമുക്ക് 4 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഒരു ഫീമെയില് മെയില്, അടുത്ത ഫീമെയില് മെയില്, അങ്ങനെ നമുക്ക് 3 ഫിഷ് ഉണ്ടായിരുന്നു. അതിൽ 2 എണ്ണത്തിൽ പാരസൈറ്റ് ഉണ്ടായിരുന്നു, അതിൽ 1 എണ്ണത്തിൽ പാരസൈറ്റ് ഇല്ല. അപ്പം ഇതാണ് ഈ ഒരു പാരസൈറ്റ്. ഇവയുടെ ജീവിതചക്രം, ലൈഫ് സൈക്കിള് വളരെ രസകരമായിട്ടുള്ളതാണ്. അതായത് ആണ് പെണ്ണായിട്ട് മാറുന്ന ഒരു ജീവി വിഭാഗമാണിവ. ഇതൊരു പരാദജീവി ആയതുകൊണ്ട് തന്നെ കടലിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ജീവിതചക്രം കൃത്യമായിട്ട് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തരം അനുകൂലനമാണ് ഇത്തരത്തിലുള്ള ഹെർമാഫ്രൊഡൈറ്റിക് ജീവിതചക്രം. അതായത് മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവ ആദ്യത്തെ 2 ലാർവ സ്റ്റേജസ് ഉണ്ട്. അതിനുശേഷം രണ്ടാമത്തെ ലാർവ മെയിലായിട്ടാണ് എല്ലാം മാറുന്നത്. പിന്നീട് ആ രണ്ട് മെയിൽ ഒരു ഹോസ്റ്റ് ആതിഥേയ മത്സ്യത്തിൻ്റെ ശരീരത്തിൽ പോയി പറ്റിപ്പിടിക്കുകയും പിന്നീട് അവ അവിടുന്ന് വളർച്ച പ്രാപിക്കുകയും ഏറ്റവും വലിപ്പം കൂടിയ മെയിൽ ഫീമെയിലായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.